നമസ്കാരം, ജീവനി ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള കറ്റാർ വാഴ എന്ന സസ്യത്തെക്കുറിച്ചാണ്. മലയാളത്തിൽ കറ്റാർ വാഴയെ കറ്റുവാഴ, കുമാരി എന്നെല്ലാം പറയാറുണ്ട്. ഇതിൻ്റെ ശാസ്ത്രനാമം ആലോ ബാർബഡൻസിസ് എന്നാണ്. ഇംഗ്ലീഷിൽ ഇതിനെ ഇന്ത്യൻ ആലോ എന്നും ബാർബഡോസ് ആലോ എന്നും പറയാറുണ്ട്. ദ മോസ്റ്റ് വെൽ നോൺ മെഡിസിനൽ ആലോ എന്ന് പറയുന്നത് ആലോ ബാർബഡൻസിസ് ആണ്. ഇത് ലില്ലിയേസി ഫാമിലിയിലാണ് ഉൾപ്പെടുന്നത്. ഘൃതകുമാരി, ഗൃഹകന്യ എന്നിവയെല്ലാം ഇതിൻ്റെ സംസ്കൃത നാമങ്ങളാണ്. ഇതിൻ്റെ വളരെ ചെറിയ തണ്ടിന് ഏകദേശം 1-2 ഇഞ്ച് നീളം വരും. മാംസളമായ ഇലകൾക്ക് ഏകദേശം 15 ഇഞ്ച് നീളവും 4 ഇഞ്ച് വീതിയും 1 ഇഞ്ച് കനവും കാണാം. തണ്ടിൽ നിന്നും കൂട്ടത്തോടെയാണ് ഇലകൾ കാണുന്നത്. ഇതിൻ്റെ സ്വദേശം ഉത്തര ആഫ്രിക്കയാണെന്ന് കരുതുന്നു. ഇവിടെ നിന്ന് ഇത് ക്യാനറി ദ്വീപുകൾ, സ്പെയിൻ, വെസ്റ്റ് ഇൻഡീസ്, ഇന്ത്യ, ചൈന മുതലായ മറ്റു രാജ്യങ്ങളിലേക്ക് പടർന്നു വളരാൻ തുടങ്ങി. ഹിമാലയത്തിലെ വരണ്ട താഴ്വര മുതൽ കന്യാകുമാരിയിലെ തീരപ്രദേശങ്ങൾ വരെ ഈ ചെടി കണ്ടുവരുന്നു. വളർന്ന ചെടിയുടെ ചുവട്ടിൽ നിന്ന് കിളിർക്കുന്ന സക്കേഴ്സ് ഉപയോഗിച്ചാണ് ഈ ചെടിയുടെ വംശവർദ്ധനവ് നടക്കുന്നത്. ഇതിന്റെ പോള ഇടിച്ചു പിഴിഞ്ഞെടുത്ത് ഉണക്കിയെടുക്കുന്ന ഔഷധമാണ് ചെന്നിനായകം. കറ്റാർ വാഴ ഭാരതത്തിൽ 2 മുതൽ 3 വരെ ഇനങ്ങൾ സാധാരണയായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇതിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ആലോ ചൈനൻസിസ് ആണ്. ഇതിൻ്റെ ഇലയുടെ ചുവടുഭാഗത്ത് ഇരുണ്ട പർപ്പിൾ നിറമായിരിക്കും. അതുപോലെ ഇലയുടെ വശങ്ങളിലായിട്ട് കാണപ്പെടുന്ന ഈ മുള്ളുകളുടെ മുന വളരെ കുറവായിരിക്കും. അടുത്തതായിട്ട് പറയുന്നത് ആലോ ലിറ്റോറാലിസ് എന്ന സ്പീഷീസിനെ കുറിച്ചാണ്. ഇത് തമിഴ്നാട്ടിലെ തീരപ്രദേശങ്ങളിലും രാമേശ്വരം എന്നിവിടങ്ങളിലും കണ്ടുവരുന്നുണ്ട്. അല്പം ചെറുതാണ് ഈ ഇനം. അവയ്ക്ക് പല്ലുകൾ പോലെയുള്ള വശങ്ങളാണ് ഉള്ളത്. അടുത്ത മൂന്നാമതായിട്ട് വരുന്ന ഇനമാണ് ആലോ അബിസിനിക്ക. ഇത് കൂടുതലായും ഗ്രീൻ ഗ്രേ കളറിലാണ് കാണപ്പെടുന്നത്. ആലോ എലഗൻസ് എന്ന സ്പീഷീസുമായിട്ട് വളരെ അടുത്തായിട്ട് നിൽക്കുന്ന ഒരു സ്പീഷീസാണ് ഈ ആലോ അബിസിനിക്ക എന്ന് പറയുന്നത്. അടുത്തത് ആലോ വെരിഗേറ്റ എന്ന സ്പീഷീസാണ്. അത് ബോംബെയിലെ പല ഭാഗത്തും കണ്ടുവരുന്നു. ഇതിൻ്റെ ഇലകൾ വളരെ വലുതും നല്ല പച്ച നിറത്തിലുള്ളതും മാംസളവുമാണ്. മുള്ളുകൾക്ക് നല്ല മുനയും ഇലയുടെ ചുവട് ഭാഗത്ത് പാടുകളും കാണാം. ആലോ എന്ന ജനുസിൽ ഏകദേശം 180ഓളം സ്പീഷീസുകളുണ്ട്. അതിൽ നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഇനങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ ഇല കുറുകെ മുറിച്ച വശം താഴേക്ക് പിടിച്ചാൽ മഞ്ഞ നിറത്തിലുള്ള ചാറ് ഊറി വരുന്നതായിട്ട് കാണാം. ഈ ചാറ് ശേഖരിച്ച് തണുപ്പിച്ച് കട്ടിയാക്കിയാൽ ആലോസ് എന്ന ഔഷധമായി. പക്ഷേ ഈ ഇലയുടെ നടുക്കു നിന്ന് ലഭിക്കുന്ന ചാറിൻ്റെ ഗുണം വളരെ കുറവായിരിക്കും. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇതിൻ്റെ പോളയാണ് ഔഷധത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ നീരിൽ നിന്നാണ് ചെന്നിനായകം നിർമ്മിക്കുന്നത്. ഇതിലെ രാസഘടകങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഇലയിൽ അടങ്ങിയിരിക്കുന്നത് ആലോയിൻ എന്ന ഗ്ലൂക്കോസൈഡാണ്. ആലോയിനിലെ പ്രധാന ഘടകം ബാർബഡോയിൻ ആണ്. ആലോ ഇമോഡിൻ എന്ന ബാഷ്പശീല തൈലവും ഇതിലടങ്ങിയിട്ടുണ്ട്. ഈ വീഡിയോയിലൂടെ കറ്റാർ വാഴയുടെ വിവിധ സ്പീഷീസുകളെ കുറിച്ച് സംസാരിച്ചു. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ജീവനി ഓൺലൈനിൽ നിന്നും ശ്രീലക്ഷ്മി.